ആരായിരുന്നു ഈ യോഹന്നാൻ സ്നാപകൻ? യോഹന്നാനെ പറ്റി സുവിശേഷത്തിൽ ഒരു ആരംഭമുണ്ടല്ലോ. നമ്മളിപ്പം ക്രിസ്തുമസ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. രണ്ട് അമ്മമാര് തമ്മിൽ കൂടിച്ചേരുന്ന, അവർ തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു മനോഹരമായ ഭാഗം ഈ ക്രിസ്തുമസിൻ്റെ നാളുകളിൽ നമ്മൾ വായിക്കാറുണ്ടല്ലോ. രണ്ടമ്മമാരിങ്ങനെ ഒരുമിച്ച് കൂടി വന്നു. എന്തൊക്കെയാണ് പ്രത്യേകതകൾ? ഒരുപാട് പ്രത്യേകതകളുണ്ട്. പ്രായമായി കൂനു പിടിച്ച് നല്ല തൂവെള്ളയായി മുടി നരച്ച ഒരു സ്ത്രീക്ക് അന്നുവരെയും മക്കളില്ലാതിരുന്നിടത്ത് അവൾക്കും ഒരു കുഞ്ഞിൻ്റെ ചലനം ഉദരത്തിലുണ്ടാകുന്നു. ഒരു പിഞ്ചു ബാലികയ്ക്ക് പരിശുദ്ധാത്മാവ് ദൈവപുത്രനെ ഉദരത്തിൽ കൊടുക്കുന്നു. ഈ രണ്ടുപേരും, രണ്ട് തലമുറകൾ, രണ്ട് സ്ത്രീകൾ ഒരേപോലെ ദൈവത്തിൻ്റെ പ്രവൃത്തി അറിഞ്ഞ് ഈ രണ്ട് അമ്മമാർ കൂടിച്ചേർന്ന് വരുന്നൊരു രംഗത്തിൽ യോഹന്നാനെ പറ്റി പറയുന്നത് 6-ാം മാസമാണ് അന്ന് എലിസബത്തിൻ്റെ ഉദരത്തിലെ കുഞ്ഞിൻ്റെ വളർച്ച. യേശുക്രിസ്തു ആകുന്ന ആ ഗർഭസ്ഥ ശിശുവിൻ്റെ ചൈതന്യ വലയത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ ഉള്ളിലൊരു കുതിപ്പുണ്ടായെന്ന് പറയുന്നത് എലിസബത്തിൻ്റെ. നമ്മുടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന മലയാള ഭാഷയിലെ വേദപുസ്തകത്തിൽ തുള്ളി എന്നൊക്കെ ഒരു പദമുണ്ട്. തുള്ളിച്ചാടി, കുഞ്ഞിങ്ങനെ തുള്ളി എന്ന് എലിസബത്ത് തന്നെ പറയുന്നുണ്ട്. എനിക്കൊന്നു ശരിയായ അതിൻ്റെ അർത്ഥതലത്തിലേക്ക് പോകുമ്പോൾ ലീപ്പ് എന്നൊരു വാക്ക് കിടക്കുന്നു. ലീപ്പ് ചെയ്തു, കുതിച്ചു എന്നാണ് പറയുന്നത്. 6 മാസം പ്രായമാകുന്ന ഉദരത്തിലെ കുഞ്ഞിൻ്റെ വളർച്ചയൊക്കെ എനിക്ക് തോന്നുന്നു അമ്മമാർക്ക് കുറച്ചുകൂടി ഒരു പിടുത്തം കിട്ടും. നിങ്ങൾക്ക് നമ്മൾ വീട്ടിലൊരു പൂച്ചക്കുഞ്ഞൊക്കെ ഇങ്ങനെ ജനിച്ചാൽ ഉണ്ടായി കഴിയാൻ നമ്മൾ പറയുന്നൊരു വാക്കുണ്ടല്ലോ, കണ്ണ് വിരിഞ്ഞോ കണ്ണ് കീറിയോ എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നൊരു വാക്കുണ്ടല്ലോ, കുഞ്ഞിൻ്റെ കണ്ണ് കീറിയോ. മനുഷ്യ കുഞ്ഞുങ്ങൾക്കുണ്ട് ഈ കണ്ണ് കീറുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത്. കൺപോളകൾ ഇങ്ങനെ കീറി രണ്ടായി ആകുന്നൊരവസ്ഥ. അത് ഈ 6-ാം മാസത്തിലാണ് സംഭവിക്കുന്നത്, അമ്മയുടെ ഉള്ളിൽ കിടക്കുമ്പോൾ. പക്ഷേ ഈ 6-ാം മാസം എത്തിയ ഒരു കുഞ്ഞിൻ്റെ ശ്വാസകോശം പോലും പൂർണ്ണമായി ഡെവലപ്ഡ് ആയിട്ടില്ലെന്നാണ് പറയുന്നത്. ശരീര അവയവങ്ങളൊക്കെ ഇങ്ങനെ അതിൻ്റെ പൂർത്തിയിലേക്ക് മെല്ലെ നടന്നു കയറുന്നൊരു സമയത്താണ് ദൈവത്തിൻ്റെ ചൈതന്യം കണ്ണുപോലും വിരിയാതെ കീറാതിരുന്നൊരു മനുഷ്യന് ഇങ്ങനെ അനുഭവിച്ചിട്ട് കുതിക്കാൻ പറ്റുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഈ തുള്ളി എന്നുള്ള വാക്കൊക്കെ മാറ്റിയിട്ട് ഒരു നൃത്തമെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം. മാംസപിണ്ഡമായ ഒരു കുഞ്ഞിനുണ്ടാകുന്ന ഒരു മനോഹര നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾ എത്യോപ്യൻ ഓർത്തഡോക്സ് സഭയുടെ ആരാധനയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഇങ്ങനെ ശാന്തമായ ഒരു നൃത്തമുണ്ട് അവർക്ക്. പള്ളിയുടെ ഉള്ളിൽ വെള്ള ധരിച്ച് ഡ്രമ്മൊക്കെ വെച്ച് ഓർത്തഡോക്സ് സഭയാണ് വളരെ ശാന്തമായ ഒരു തരംഗം പോലെ മദ്ബഹായുടെ മുമ്പിൽ പ്രാർത്ഥനയോട് ചേർന്ന് അവർ നടത്തുന്ന ഒരു നൃത്ത ചലനമുണ്ട്. ശരീരം രൂപപ്പെടുന്നതിന് മുൻപ്, ഒരു വ്യക്തിയെന്നോ കുഞ്ഞെന്നോ പേര് പറയാൻ പറ്റുന്നതിന് മുൻപേ പരിശുദ്ധാത്മാവിനെ അറിയാൻ കഴിയുമെന്ന് നമുക്ക് കാണിച്ചു തന്ന ആളാണ്, സ്നേഹമുള്ളവരെ, യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിനെ അറിയാൻ പറ്റും. നമ്മളൊക്കെ ഇന്നും ഈ ശിശുസ്നാനത്തിൻ്റെ അർത്ഥതലങ്ങളും വേദപുസ്തക തലങ്ങളൊക്കെ ഇന്നും വാതോരാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. കുഞ്ഞുങ്ങൾക്ക് ദൈവത്തെ അറിയാൻ പറ്റുമോ, അറിയാൻ കഴിയുകയില്ലയോ? കുഞ്ഞാകുമ്പോൾ അവർക്ക് ആ വ്യക്തിത്വമുണ്ടോ, അവർക്ക് വിവേചനമുണ്ടോ? എപ്പോഴാണ് ഒരു കുഞ്ഞിലേക്ക് അല്ലെങ്കിൽ ഒരു ഗർഭസ്ഥ ശിശുവിലേക്ക് ആത്മാവ് കടന്നു വരുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരമ്മയുടെ ഉദരത്തിൽ കുഞ്ഞ് രൂപപ്പെടുന്നു എന്ന് വളരെ ആകാംക്ഷയോടെ ഒരു പ്രഗ്നൻസി കിറ്റിലെ 1 വര 2 വരയായി തെളിയാൻ വേണ്ടി കാത്ത് അതങ്ങനെ ആയി തീർന്നിങ്ങനെ ഗർഭകാലം മുൻപോട്ട് പോകുമ്പോൾ എപ്പോഴാണ് ഈ കുഞ്ഞിൻ്റെ ഉള്ളിൽ ആത്മാവ് കടന്നു വരുന്നത്? സ്നേഹമുള്ളവരെ, കുഞ്ഞിൻ്റെ പുറമെയുള്ള രൂപീകരണത്തിനോ വിവേചനത്തിനോ സംസാരത്തിനോ ബുദ്ധിക്കോ ഒക്കെ അപ്പുറം മാംസപിണ്ഡമായിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിനെ അറിയാൻ കഴിയുമെന്ന് നമുക്ക് ഈ ലോകത്തിന് പഠിപ്പിച്ച ആളാണ് യോഹന്നാൻ മാംദാനം. അതുകൊണ്ടാണ് നമ്മുടെ സഭയിൽ എന്ത് ബഹളം കുഞ്ഞുങ്ങളുണ്ടാക്കിയാലും പള്ളിക്കകത്ത് ഇവരെ നിർത്തണമെന്ന് പറയുന്നത്. അതുകൊണ്ട് ആധുനിക പ്രൊട്ടസ്റ്റന്റ് സഭകളിലൊക്കെ അവർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആഴ്ചയിലൊരിക്കൽ കൂടി വരുമ്പം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേക മുറിയൊക്കെ ഉണ്ട്. ഫീഡ് ചെയ്യുന്ന അമ്മമാരോ അല്ലെങ്കിൽ വഴക്കുണ്ടാക്കുന്ന കുസൃതികളായ കുഞ്ഞുങ്ങളെയൊക്കെ അവിടെ വെച്ചിട്ട് മുതിർന്നവർ ആരാധനയ്ക്ക് വന്നതായി. നമുക്കങ്ങനല്ല. കുഞ്ഞുങ്ങളിങ്ങനെ ഈ ധൂപത്തിൻ്റെ പുക ഏൽക്കണം, മറുഭാസയുടെ കിലുക്കം കേൾക്കണം, അകത്തെ കുപ്പായത്തിൻ്റെയും മറയുടെയും തയ്യൽ പണികളുടെ മനോഹാരിത കാണണം, ആ പ്രാർത്ഥനയുടെ സ്വരം കേൾക്കണം. അവർക്ക് പരിശുദ്ധാത്മാവിന് എത്ര അധികം കിട്ടും സ്നേഹമുള്ളവരെ.
ദാവീദൊക്കെ സങ്കീർത്തനങ്ങളിൽ എത്രയോ തവണ ഇങ്ങനെ ആവർത്തിച്ചു പറഞ്ഞു, ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പം, പിണ്ടാകാരമായിരിക്കുമ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. ഈ സാക്ഷ്യം പറയാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു മനുഷ്യനാണ് യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്നത്. ആ മനുഷ്യൻ്റെ ജീവിതം ആരംഭിക്കുന്നത് അങ്ങനെയാണ്. ഒരു മനുഷ്യനെന്നോ കുഞ്ഞെന്നോ പേര് വിളിക്കാൻ പറ്റുന്നതിന് മുൻപ് പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചൊരു ജീവിതം. എന്തായിരുന്നു ഈ യോഹന്നാൻ്റെ ബാല്യകാലം എന്ന് പറയുന്നത്? യേശുവിൻ്റെ ബാല്യകാലം നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ സുവിശേഷത്തിലെ ഒരു സുവിശേഷം എഴുതിയവരുടെ നമുക്കുള്ളൊരു ചെറിയ പരിഭവം ഇതാണ്. യേശുവിൻ്റെ കുഞ്ഞുനാളുകൾ വിവരിച്ചിട്ടില്ല, കർത്താവിൻ്റെ കൗമാര നാളുകളൊന്നും ഇവർ വിവരിച്ചിട്ടില്ല. അത്ഭുതങ്ങളിലേക്ക് വല്ലാതെ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പം ഈ സുവിശേഷം എഴുതിയവരൊന്നും കുഞ്ഞുനാളിലേക്ക് അധികം പോയിട്ടില്ല. യേശുവിനെ ദേവാലയത്തിൽ വെച്ച് കാണുന്ന ഒരു രംഗമല്ലാതെ ഇവൻ എവിടായിരുന്നു? അക്വേറിയം ഗോസ്പൽ എന്നൊക്കെ പറയുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള നമ്മൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന അപ്പോക്രിഫൽ പുസ്തകങ്ങളിലൊക്കെ പല ട്രഡീഷനുണ്ട് കർത്താവിൻ്റെ കുഞ്ഞുനാളിനെ പറ്റി. അതുപോലെ നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റാത്തൊരു കുഞ്ഞുനാളാണ് യോഹന്നാൻ സ്നാപകൻ്റെ. യോഹന്നാൻ എവിടായിരുന്നു? ആ പശ്ചാത്തലം എന്തായിരുന്നു? 2 പാരമ്പര്യങ്ങളുണ്ട് സ്നേഹമുള്ളവർ. ഒന്ന്, നമുക്കറിയാം, ഹെരോദാവ് കുഞ്ഞുങ്ങളെ കൊല്ലുന്നൊരു സമയം, 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ കൊല്ലുന്നൊരു സമയത്ത് യോസേപ്പും മറിയമും യേശു കുഞ്ഞിനെ കൊണ്ട് ഈജിപ്തിലേക്ക് ഓടിപ്പോകുന്നുണ്ട്. ആ ഒരു രക്തച്ചൊരിച്ചിലിൻ്റെ കാലമൊക്കെ കഴിഞ്ഞിട്ട് സക്കറിയ പുരോഹിതനും എലിസബത്തും വൃദ്ധരായ മാതാപിതാക്കൾ യോഹന്നാനെയും കൂട്ടി ഈജിപ്തിലേക്ക് കർത്താവിനെ കാണാൻ പോയി എന്നൊക്കെ പറയുന്ന ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിൽ പറയുന്നത്, ഈ സക്കറിയ പുരോഹിതൻ പ്രായമായി, അദ്ദേഹം രോഗബാധിതനായി കുറേ നാൾ കിടന്നതിന് ശേഷം മരണപ്പെട്ടു. ഇങ്ങനെ സക്കറിയ പുരോഹിതൻ മരണപ്പെടുമ്പം ഈ യോഹന്നാൻ 8 or 9 വയസ്സായിരിക്കുമ്പോൾ തന്നെ ഈ യോഹന്നാൻ നാസീർ വ്രതക്കാരനായിരുന്നു എന്നൊക്കെ തുടങ്ങുന്ന ഒരു പാരമ്പര്യമുണ്ട്. പക്ഷേ ഏറ്റവും ക്രൈസ്തവ സമൂഹത്തിൽ പ്രബലമായി നിൽക്കുന്ന ഒരു പാരമ്പര്യം എന്ന് പറയുന്നത്, 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ കൊല്ലുന്ന സമയത്ത് തന്നെ ഹെരോദാവിൻ്റെ പടയാളികൾ യോഹന്നാൻ സ്നാപകന്റെ അപ്പനായ സക്കറിയ പുരോഹിതനെ വെട്ടിക്കൊന്നു എന്നൊരു പാരമ്പര്യം യോഹന്നാന്റെ ബാല്യകാലത്തെ സംബന്ധിച്ചുണ്ട്. ഹെരോദാവിൻ്റെ പടയാളികൾ വന്ന് സക്കറിയ പുരോഹിതന്റെ അടുക്കൽ കുഞ്ഞെവിടെ എന്ന് ചോദിക്കുമ്പം കാണിച്ചു കൊടുക്കുന്നില്ല. സക്കറിയ പുരോഹിതൻ ഒളിപ്പിച്ചു വെച്ചിട്ട് ആ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുന്നില്ല. അവരൊറ്റ കാരണം കൊണ്ട് ഈ പുരോഹിതനെ കൊല്ലുകയാണ്. പിന്നീട് എലിസബത്ത് ഈ കുഞ്ഞിനെ കൊണ്ട് മരുഭൂമിയിലേക്ക് ഓടിപ്പോയി എന്നൊക്കെ പറയുന്ന ഒരു പാരമ്പര്യമുണ്ട്. ഈ സക്കറിയ പുരോഹിതന്റെ തിരുശേഷിപ്പ് ഹാഗിയ സോഫിയ കത്തീഡ്രലിലും അർമേനിയയിലെ ദേവാലയങ്ങളിലൊക്കെ ഇന്നും വെച്ച് ആരാധിക്കുന്നത് നമുക്കറിയാം. ഈ 2 പാരമ്പര്യങ്ങൾ നോക്കിയാലും യോഹന്നാൻ സ്നാപകന്റെ ബാല്യകാലം മുതൽ കൗമാരം മുതൽ യൗവനം വരെ ഈ മനുഷ്യൻ ചിലവിട്ടത് മരുഭൂമിയിലാണ് നമുക്ക് കാണാൻ പറ്റും. മരുഭൂമിയിൽ ജീവിച്ച ആളാണ് യോഹന്നാൻ. മരുഭൂമിയിൽ ഒരു 10 or 28 വർഷക്കാലം അല്ലെങ്കിൽ ഒരു 25 വർഷക്കാലം മരുഭൂമിയുടെ എല്ലാ ഊഷരതകളും സഹിച്ച് ദൈവത്തെ കാത്തിരുന്നൊരു മനുഷ്യനെന്ന് പറയുന്ന യോഹന്നാൻ ജയിലിലാകുന്നതിന് മുൻപ് ആയുസിൻ്റെ നല്ലൊരു ശതമാനവും എങ്ങനെയാണ് മരുഭൂമിയിൽ ജീവിക്കാൻ ഈ യോഹന്നാന് പറ്റിയത്? നിശ്ചയമായിട്ടും കൗമാരപ്രായത്തിൽ തന്നെ യഹൂദയുടെ കുമ്രാൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു മരുഭൂമി പ്രദേശത്താണ് യോഹന്നാൻ സ്നാപകൻ ചെന്നുപെടുന്നത്, അല്ലെങ്കിൽ ചെന്ന് കയറുന്നത്. എസ്സീനികൾ എന്ന് വിളിക്കപ്പെടുന്ന ഒരു സന്യാസ സമൂഹത്തിൽ യോഹന്നാൻ ചേരുന്നുണ്ട്. അവിടാണ് ഈ ജീവിച്ചു പോകുന്നത്. നിങ്ങൾ കുറച്ച് നാളുകൾക്ക് മുമ്പ്, അനേക വർഷങ്ങൾക്ക് മുൻപ് മരുഭൂമിയിൽ അകപ്പെട്ട നജീബിൻ്റെ ഒരു ജീവിതം നിങ്ങൾ വായിക്കുകയും സിനിമയെ കാണുകയും ചെയ്തിട്ടുണ്ടല്ലോ. 1993 3 വർഷത്തോളം കാലം മരുഭൂമിയിൽ പെട്ട ഒരു മനുഷ്യനാണ്. നമ്മളത് വായിക്കുമ്പോഴൊക്കെ നെഞ്ചുപൊടിയാൽ നമുക്കത് വായിക്കാൻ പറ്റത്തില്ല. നിസ്സാരമല്ല ഈ മരുഭൂമിയിൽ ജീവിക്കുക എന്ന് പറയുന്നത്, നിസ്സാരമല്ല. നമ്മുടെ പരിശുദ്ധരായ പിതാക്കന്മാരുടെ ഒരു ഗണം മുഴുവനുണ്ട് ഈ മരുഭൂമിയിൽ ജീവിച്ച പിതാക്കന്മാർ. കേവലം കൗമാര പ്രായത്തിൽ എങ്ങനെയാണ് സ്നേഹമുള്ളവരെ യേശുക്രിസ്തുവിൻ്റെ തലയിൽ സ്നാനത്തിൻ്റെ നീര് പകർന്ന യോഹന്നാന് എങ്ങനെയാണ് കുഞ്ഞുനാളിൽ മരുഭൂമിയിൽ ജീവിക്കാൻ പറ്റിയത്? അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. ഈ അപ്പനും അമ്മയും ഈ കുഞ്ഞിന് പകർന്നു കൊടുത്തൊരു ദൈവ അനുഭവമുണ്ട്. നമ്മളൊക്കെ നമ്മുടെ മക്കളോട് ദൈവകാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ടല്ലോ, ഇല്ലേ? നമ്മുടെ പള്ളിയിലൊക്കെ മാമോദീസയുടെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഈ മൂറോനഭിഷേകം കഴിഞ്ഞ കുഞ്ഞിനെ നമ്മളിങ്ങനെ തലതൊട്ട ആൾക്കും അപ്പനും അമ്മയ്ക്കും ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ
വൈദികർ അവരെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് തലതൊട്ട ആളെ ഓർമ്മിപ്പിക്കും. കുഞ്ഞിനെ സഭയുടെ കൂദാശകളിൽ വളർത്തിക്കൊണ്ടുവരണം, വേദപുസ്തകം പഠിപ്പിക്കണം, സന്ധ്യാപ്രാർത്ഥനയിൽ കൂടെ ഇരുത്തണം. ഇതൊക്കെ പറഞ്ഞ് നമ്മൾ വിടുന്നത്. ഇന്നേക്കൊരു 10-30 വർഷങ്ങൾക്ക് മുമ്പുള്ള കാലം എന്ന് പറഞ്ഞാൽ വീട്ടിലിരുന്ന് ഒരാൾ വേദപുസ്തകം വായിക്കുമ്പോൾ പഴയ നിയമത്തിലൊരു സംശയം തോന്നി. സങ്കീർത്തനം വായിക്കുമ്പോൾ ഞാൻ നിന്റെ ശത്രുക്കളെ പാദപീഠമാക്കുമ്പോളം നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക. ഒരു വാക്യം കണ്ടു, ഇതിൻ്റെ അർത്ഥം അറിയത്തില്ല, എന്ത് ചെയ്യും? അടുത്ത ഞായറാഴ്ച പള്ളിയിൽ ചെന്ന് അച്ഛനോട് പറയുന്നത് വരെ കാത്തിരിപ്പാണ്. 19 വർഷം മുമ്പത്തെ കാര്യമാണ്. അല്ലെങ്കിൽ സൺഡേ സ്കൂളിലെ അധ്യാപകനെ കാണുമ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ ലൈബ്രറികളിൽ പോകാൻ പറ്റുമെങ്കിൽ ബുക്ക് റെഫർ ചെയ്യുക. അതൊക്കെ മറ്റു കാര്യമാണ്. ഇന്ന് അതല്ല കാലമെന്ന് നമുക്കറിയാം. ഉറങ്ങുമ്പോഴല്ലാതെ നമ്മുടെ കയ്യിൽ നിന്ന് താഴെ വെക്കാതെ ഒരു ഫോൺ നമ്മുടെ കയ്യിലുണ്ട്, ഇല്ലേ? സ്മാർട്ട് ഫോൺ. 5th ഓർഗൻ എന്നൊക്കെ അതിനെപ്പറ്റി പറയുന്നത്, 5ാമത്തെ അവയവം എന്നൊക്കെ അതിനെപ്പറ്റി പറയുന്നത്. കയ്യിൽ നിന്ന് ഇങ്ങനെ പോകുന്നേ ഇല്ല. ഇത് ഇങ്ങനെ തോണ്ടി 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 നമ്മൾ ഇങ്ങനെ ഇതിനുള്ളിൽ അങ്ങ് ലയിച്ച് നമ്മൾ പോലും അറിയാതെ ഒരു അവയവം പോലും ഇങ്ങനെ കൊണ്ടു നടക്കുക. പ്രത്യേകിച്ച് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ ഉള്ളൊരു കാലമാണല്ലോ. ചാറ്റ് GPT ഉണ്ട്, വാട്സപ്പിൽ പോലും നിങ്ങൾക്ക് അതിൻ്റെ അടയാളങ്ങളുണ്ട്. നിങ്ങൾക്ക് എന്തും ചോദിക്കാം. ആകാശത്തിന് കീഴെയുള്ളതോ ആകാശത്തുള്ളതോ ആകാശത്തിന് മീതെ ഉള്ളതോ ആയ എന്ത് കാര്യം ചോദിക്കാം. എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന ഒരു 70-80 വയസ്സിനപ്പുറം ഉള്ളവർക്ക് ഇത് എന്താണ് പറയുന്നതെന്ന് നിങ്ങൾക്കൊരു പക്ഷേ അധികം മനസ്സിലാവില്ലായിരിക്കും. കുഞ്ഞുങ്ങൾക്കോ പുതിയ തലമുറയ്ക്കോ അറിയാം. വിരൽത്തുമ്പിൽ ഇങ്ങനെ വിജ്ഞാനം ഓടിക്കളിക്കുന്നൊരു കാലമാണ്. അറിവിന് ഇന്ന് പഞ്ഞമില്ല. നിങ്ങൾക്ക് വേദപുസ്തകത്തെ പറ്റി അറിയാം, കുർബാനയെ പറ്റി അറിയാം, സഭയെ പറ്റി അറിയാം. പിന്നെ എന്തിനാണ് പഞ്ഞമുള്ളതെന്നറിയോ? ഈ കാലത്ത് ആഹാരത്തിനും പഞ്ഞമില്ല കേട്ടോ. മിക്ക വീടുകളിൽ ഒരു കാലത്തൊക്കെ ഈ വീടിൻ്റെ ഉമ്മറത്തെ പടി അടയ്ക്കാൻ പോകുന്നതിന് മുമ്പ് അത്താഴ ഭക്ഷണിക്കാരുണ്ടോ എന്നൊക്കെ ഉറക്കെ ചോദിച്ചൊരു കാലമുണ്ടല്ലോ നമ്മുടെയൊക്കെ വീട്ടിൽ. ഇന്ന് പിന്നെ ആകെപ്പാടെ ഒരു കുറവുള്ളത് എന്താണെന്ന് വെച്ചാൽ ദൈവ അനുഭവം മനുഷ്യർക്കില്ല. ഇത് നിസ്സാരമല്ല സ്നേഹമുള്ളവരെ. അറിവുണ്ട് നമുക്ക്. വേദപുസ്തകം മുഴുവൻ അരച്ചു കലക്കി പറയും. ഇപ്പോൾ 2 വേദപുസ്തക വചനം ഇവിടെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എടുക്കുന്നവർ എൻ്റെ മുമ്പിൽ ഇരിക്കാൻ എനിക്കറിയാം. നിങ്ങൾക്കൊന്നിനും പ്രശ്നമില്ല. അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ? പേഴ്സണൽ ഡിവൈൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു വ്യക്തി അനുഭവം, ഞാനും എൻ്റെ ദൈവവും എന്ന് പറയുന്ന ഒരു അനുഭവം, എനിക്ക് പള്ളിയിൽ വന്നപ്പോൾ എൻ്റെ കർത്താവിനെ തൊട്ടു എന്ന് പറയുന്ന ഒരു അനുഭവം, എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടു എന്ന് പറയുന്ന ഒരു അനുഭവം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത പങ്കാളിയോടോ നിങ്ങളുടെ മക്കളോടോ പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്കുണ്ടോ? ഇത് വളരെ പ്രധാനപ്പെട്ടാണ് സ്നേഹമുള്ളവരെ. അല്ല, നിങ്ങൾക്ക് എത്ര അറിവ്, ആലോചന, പാണ്ഡിത്യം ഉണ്ടെന്ന് പറയുന്നത് അത്ര വലിയ കാര്യമല്ല. നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ ദൈവത്തെ? നിങ്ങൾ ദൈവത്തെ രുചിച്ചിട്ടുണ്ടോ? നമ്മളൊക്കെ സങ്കീർത്തനങ്ങളിലൊക്കെ എത്ര മനോഹരമായിട്ട് പറയുന്നത്, യഹോവേ രുചിച്ചെറിവി എന്ന് പറയുന്നത് എത്ര മനോഹരമായിട്ട് പറയുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി ഒരു കേക്ക് കൊണ്ടുവന്നു, ഞാൻ കഴിച്ചു. ഞാൻ ആ കേക്കിൻ്റെ മധുരത്തെ പറ്റി എത്ര ഘോരം പ്രസംഗിച്ചാലും നിങ്ങളുടെ നാവിൽ അതിൻ്റെ രുചി അറിയാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ആ മധുരം അറിയത്തില്ല. ഇതുപോലാണ് ദൈവകാര്യം. ദൈവം സ്നേഹമാകുന്നു, അവൻ വെളിച്ചമാകുന്നു, അവൻ കരുണയാകുന്നു എന്നൊക്കെ എത്ര വാദോരാതെ പ്രസംഗിച്ചാലും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ദൈവം സ്നേഹമാകുന്നു എന്നുള്ള ആ സ്നേഹത്തിൻ്റെ തണുപ്പ് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ആ കരുണ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? നിശ്ചയമായിട്ടും യോഹന്നാൻ്റെ അപ്പനും അമ്മയും യോഹന്നാനോട് പറഞ്ഞു കൊടുത്തത് എന്തൊക്കെയായിരിക്കും? നിങ്ങളൊന്ന് ചിന്തിച്ചു പോയി. നിങ്ങളുടെ മക്കളോട് എന്തെല്ലാം പറഞ്ഞു കൊടുക്കും, ഇല്ലേ? കുഞ്ഞുങ്ങൾക്കൊന്ന് സ്കൂളിൽ പോകുന്ന കാലത്ത് നിങ്ങളൊന്നും പറയില്ല അവരോട് അധികം. അവരൊരു കൗമാരോ യൗവനമൊക്കെ ആയി കഴിയുമ്പോൾ അമ്മമാരൊക്കെ ആണെങ്കിൽ പറയാം, എടീ മോളെ, എടാ മോനെ, എന്തെല്ലാം അനുഭവിച്ച് കടന്നു വന്നതാണ് ഞങ്ങൾ. എന്തെല്ലാം നിൻ്റെ അപ്പൻ അനുഭവിച്ചു, എന്തെല്ലാം ഞാൻ അനുഭവിച്ചു. പറയുന്നതിൻ്റെ ഇടയ്ക്ക് വീട്ടുകാരുടെ കുറച്ച് പ്രയാസങ്ങളൊക്കെ പറയും. നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കുന്ന അതിര് തർക്കങ്ങൾ പറയും. വീടിൻ്റെ ഉള്ളിൽ നിങ്ങൾ അനുഭവിച്ച കാര്യം പറയും. നിങ്ങൾക്കൊരു ദൈവാനുഭവം പറഞ്ഞു കൊടുക്കാനുണ്ട്. യോഹന്നാൻ സ്നാപകൻ്റെ അപ്പൻ ഒരു അച്ഛനാണ്, ഒരു പുരോഹിതനാണ്. 10,000-6,000 പേര്, 6,000-ത്തിനടുത്ത് പുരോഹിതന്മാരിങ്ങനെ ബലിപീഠത്തിൽ ധൂപം വയ്ക്കാൻ തവണ കാത്ത് നിൽക്കുന്ന പുരോഹിതൻ ഒരു മനുഷ്യനാണ്. 2-3 വർഷങ്ങളിൽ ഒരിക്കൽ മറ്റുമോ ഇങ്ങനെ ധൂപം വെക്കാൻ ഒരു അവസരം വരുന്നു. അങ്ങനെ സക്കറിയാവ് എന്തായിരിക്കും യോഹന്നാനോട് പറഞ്ഞു കൊടുത്തത്? എടാ മോനെ, നിനക്കൊരു കാര്യം കേൾക്കണോ? നിന്നെ കിട്ടാതിരിക്കുന്നൊരു സമയം ഞാനും നിൻ്റെ അമ്മയും, അവൾ വീട്ടിലായിരുന്നു, കുഞ്ഞുങ്ങളില്ല, നിൻ്റെ അമ്മ പടുവൃദ്ധയായി, നാട്ടുകാരുടെ പരിഹാസവും ചിരികളും കുറഞ്ഞു, ഇപ്പം നിന്നോടുള്ളൊരു നോട്ടം മാത്രമേ ഉള്ളൂ. ഞാനിങ്ങനെ പള്ളിയിൽ വന്നിങ്ങനെ പ്രാർത്ഥിക്കുന്നു, എന്തും പ്രാർത്ഥനയിലുണ്ടൊരു കുഞ്ഞിനു വേണ്ടി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പടികൾ ചവിട്ടി കടന്നു ചെന്ന് ധൂപം വെക്കുന്ന സമയം
ബലിപീഠത്തിൻ്റെ അരികിൽ ഒരാൾ വന്നു മോനെ. ആരാ വന്നേ? അഗ്നിമയനായ ഒരു മാലാഖ വന്നു. ഇങ്ങനെ കഥ പറഞ്ഞു കൊടുക്കും. ആരെയാണ് സക്കറിയാവ് കണ്ടത്? അഗ്നിധാരിയായ ഒരു ദൈവദൂതനെ ബലിപീഠത്തിൻ്റെ അരികിൽ കണ്ടു. നമ്മുടെയൊക്കെ പാട്ടിലുണ്ടല്ലോ, മുടികൾ മുടഞ്ഞവ നിരനിരയായി. ഭൂമിയിലെ പോരാട്ടം വിജയിക്കുന്ന മനുഷ്യർക്കുള്ള കിരീടം അതിങ്ങനെ മെനഞ്ഞുകൊണ്ട് നിരനിരയായിട്ട് എവിടുണ്ട് ദൂതന്മാര്? ബലിപീഠത്തിലുണ്ടെന്നാണ് പറയുന്നത്. അന്നേരം നിശ്ചയമായിട്ട് ഈ അപ്പൻ കുഞ്ഞുനാളിലെ മരുഭൂമിയിലെ ഊഷര ജീവിതത്തിലേക്ക് പോയ യോഹന്നാനോട് പറഞ്ഞു കൊടുത്തത് എന്തായിരിക്കും? ബലിപീഠവും ആരാധനയും പള്ളിയും ഒന്നും കുഞ്ഞുകളിയല്ല. ഇത് നിശ്ചയമായിട്ടും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും. കാരണം കണ്ണിന് കാണാൻ പറ്റുന്നില്ലെങ്കിലും അവിടെ ആരുണ്ട്? അഗ്നിമയന്മാരുടെ ഒരു സൈന്യം ബലിപീഠത്തിലുണ്ട്. ഈ നമ്മുടെ കുഞ്ഞുമക്കളെയൊക്കെ നമ്മൾ മദ്ബഹായിലേക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി കൈപിടിച്ച് കയറ്റുമ്പോഴൊക്കെ നമ്മൾ പാടുന്നൊരു പാട്ടുണ്ടല്ലോ, തീയല്ലോ ഈ മദ്ബഹ എന്ന് പറയുന്ന ഒരു പാട്ടുണ്ടല്ലോ. തീ ഇതിനെ ചുറ്റുന്നു, തീക്ക് തന്നെ നമ്മൾ പരിചരിക്കുന്നു. എന്നിട്ട് കഹനകളോടും ദൂതരോടും പറയുന്നുണ്ട്, നിങ്ങൾ ഈ തീയിൽ പെട്ട് എരിയാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവീ എന്നാണ് പറയുന്നത്. കുഞ്ഞുനാളിലെ സ്വന്തം കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കാൻ ഒരു ദൈവ അനുഭവമുള്ള അപ്പനായിരുന്നു സക്കറിയാവ് എന്ന് പറയുന്നത്. സ്നേഹമുള്ളവരെ, നമുക്ക് ഈ ദൈവ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? പണ്ടൊരു വീട്ടിൽ ഒരു പ്രായമുള്ള ഒരു അപ്പനും അമ്മയും, അപ്പച്ചനും അമ്മച്ചിയും സന്ദർശിക്കാൻ വേണ്ടി ഞാൻ വീട്ടിൽ ചെന്നു. നമ്മൾ സ്വാഭാവികമായിട്ട് ചെന്നു, അപ്പച്ചനോട് കുറേ സംസാരിച്ചു, മക്കളുടെ കാര്യങ്ങൾ തിരക്കി. മക്കൾ വിദേശത്താണ്. നമ്മൾ ആ വീടിൻ്റെ ഉള്ളിലെ പശ്ചാത്തലമൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, വെല്ലച്ചാലും ഒരാവതുള്ളത് ഈ അപ്പന് മാത്രമാണ്. അമ്മച്ചി കിടപ്പാണ്. എന്നാൽ അമ്മച്ചിക്ക് സംസാരിക്കാൻ പറ്റും. അമ്മച്ചിക്ക് ചൂടുവെള്ളം അനത്തി കൊടുക്കുന്നതും അമ്മയ്ക്ക് ചായ ഇട്ട് കൊടുക്കുന്നതും ഒക്കെ അപ്പച്ചനാണ്. ഏന്തി വലിഞ്ഞെല്ലാം വീട്ടിലെ ചെയ്യും. അന്നേരം ഒരല്പം സഹതാപവും സ്നേഹവും തോന്നിയിട്ട് ഞാൻ പറഞ്ഞു, പള്ളി വന്നിട്ട് ഒത്തിരി നാളായില്ലേ, ഞാൻ ഈ അമ്മച്ചിക്ക് കുർബാന കൊടുക്കട്ടെ, തൈലാഭിഷേകം കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. ഒരൊറ്റ നോട്ടത്തിൽ എന്നെ നോക്കി ദഹിപ്പിച്ചില്ലെന്നേ ഉള്ളൂ ഈ അപ്പച്ചൻ. തൈലാഭിഷേകത്തെ പറ്റിയുള്ള നമ്മുടെ ധാരണ എന്താണ് സ്നേഹമുള്ളവരെ? നമുക്കിതെന്നു മുതലാണ് ഇത് അന്ത്യകൂദാശയായി മാറ്റപ്പെട്ടെ? ഇന്ന വീട്ടിലെ ഇന്നാക്ക് തൈലാഭിഷേകം കൊടുക്കാൻ പോവാന്ന് പറഞ്ഞാൽ ഇത്രയും വയ്യാതെ കിടക്കുമെന്ന് അറിയത്തില്ലായിരുന്നു. തീർത്തും വയ്യാതായി പോകാറാകുമ്പോൾ കിടക്കുന്ന ഒരു കൂദാശയായിട്ട് ഇതെങ്ങനെയാണ് പരിണമിച്ചു പോയത്? ഞാൻ ഏറ്റവും സ്നേഹത്തോട് ആദരവോട് ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. നിങ്ങൾക്കത് പറയുമ്പോൾ എന്നോട് വിരോധം തോന്നിയെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. പരുമലയിലെ പെരുന്നാളിൻ്റെ സമയത്ത് ഇപ്പം നമുക്ക് പുതിയ ഒരു കാര്യമുണ്ടല്ലോ, ഒരു പുതിയ ശുശ്രൂഷ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, വെറ്റയർ എന്ന് പറയുന്നൊരു കാര്യം. പള്ളി രാവിലെ 6:30 വെച്ചാൽ ഇന്ന് ഇവിടെ 6 മണിക്കായിരിക്കുമല്ലോ തുടങ്ങി, അല്ലെങ്കിൽ പോട്ടൊരു 6:30 7 മണിക്കോ പ്രഭാത നമസ്കാരം വെച്ചാലും പള്ളി വരാത്തവർ വെറ്റ എറിയാൻ വേണ്ടി പോകും. ബസ് പിടിച്ചാണേലും ട്രെയിൻ കയറിയാണേലും ഇട്ടിക്കൊണ്ടാണേലും പോകും. ഇതെന്തിനിത് നടത്തുന്നു എന്ന് ഇതിൻ്റെ ചുമതലപ്പെട്ടവരോട് ചോദിച്ചപ്പം പറയുന്നത് ഒരു കഥയൊക്കെ പറയാനുണ്ട്. പരുമല തിരുമേനിക്ക് മസൂരി ബാധ ഏറ്റ് അദ്ദേഹം വയ്യാതെ കിടന്നപ്പോൾ വെറ്റയില നിവർത്തി അദ്ദേഹത്തെ കിടത്തി. അതിൻ്റെ ഒരു പാരമ്പര്യമാണ്. വെറ്റ എറിയുന്നവർക്ക് സൗഖ്യം കിട്ടും. ഇങ്ങനെ കാലം കഴിയും തോറും ഈ പൂജാരി പൂച്ചയെ പിടിച്ച് കെട്ടിയ കഥ പോലെ ഇതിങ്ങനെ കൈമറിഞ്ഞു പോകും. ഇന്ന് ആൾക്കാരോട് രോഗസൗഖ്യത്തിന് എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ വെറ്റയറുണ്ടെന്ന് പറയുന്ന ഒരു കാലം. പരുമല തിരുമേനിക്ക് സൗഖ്യം കൊടുത്തത് വെറ്റയിലയല്ല സ്നേഹമുള്ളവരെ, തൈലാഭിഷേക കൂദാശകളാണ്. പരിശുദ്ധാത്മാവാണ് പിതാവിന് സൗഖ്യം കൊടുത്തത്. ജീവിതത്തിൽ നിങ്ങളൊരു സർജറിക്ക് വിധേയമാകുന്നതിന് മുൻപ്, നിങ്ങൾ രോഗം വന്ന് വേദനപ്പെട്ട് കിടക്കുമ്പം പള്ളിയിലെ അച്ഛനെ വിളിച്ച് അച്ഛ എനിക്ക് തൈലാഭിഷേകം വേണമെന്ന് പറയാനുള്ള ആംബിയർ ധൈര്യം നിങ്ങൾക്കുണ്ടോ? ഞാൻ വെല്ലുവിളിക്കുക. അതില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്നറിയോ? നിങ്ങൾ രുചിച്ചറിഞ്ഞിട്ടില്ല ദൈവം തരുന്ന സൗഖ്യം എന്താണ്, വിശുദ്ധ കുർബാന തരുന്ന സൗഖ്യം എന്താണെന്ന്, അനുഭവം എന്താണെന്ന് നമ്മൾ രുചിച്ചിട്ടുള്ള സ്നേഹമുള്ളവർ. പിന്നെ എന്താണ് നമുക്ക് ഈ വരുന്ന തലമുറയോട് പറഞ്ഞു കൊടുക്കാനുള്ളത്? ഈ പള്ളിക്കകത്ത് നിന്ന്, നമസ്കാരങ്ങളിൽ നിന്ന്, ശുശ്രൂഷകളിൽ നിന്ന് ലഭിക്കുന്ന ഒരു ആന്തരിക അനുഭവം, ആ അനുഭവത്തിൽ നിങ്ങളുടെ മനസ്സും ശരീരവും ബലപ്പെടുന്ന ഒരു അനുഭവം, ആ ബലപ്പെടലിനെ പറ്റി നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു അനുഭവം, ഇത് നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? സെമിനാരി കാലത്തിൽ ഓരോ വൈദികനും പറയാൻ പറ്റുന്ന ഒരു ഏറ്റവും മനോഹരമായ അനുഭവമാണ് ഈ തക്സ തഴുകി കൊടുക്കുക എന്ന് പറയുന്നൊരു സമയമുണ്ട്. വിശുദ്ധ കുർബാന ചൊല്ലാൻ വേണ്ടി ഉള്ള ഒരു ഉപനയനമാണ് തക്സ തഴുകുക എന്ന് പറയും. കുർബാന അർപ്പിക്കുന്നതിൻ്റെ പരിശീലനത്തിന് വേണ്ടി മൽപ്പാനച്ഛൻ കൈപിടിച്ച് നടത്തുമ്പോൾ ആദ്യം പറഞ്ഞു കൊടുക്കുന്ന പാഠങ്ങളിൽ ഒന്നെന്ന് പറയുന്നത്, പൗരോഹിത്യ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു നാൾ വഴിയിൽ ഈ ബലിപീഠത്തെ ചുറ്റി നിൽക്കുന്ന
അഗ്നിമയന്മാരുടെ സ്വരമൊന്ന് കേൾക്കാൻ കഴിഞ്ഞുവെങ്കിൽ അതാണ് മഹാഭാഗ്യം. അദൃശ്യമായ ഒരു സമൂഹം ഇവിടെ നിന്ന് ആരാധിക്കുന്നതിൻ്റെ അനുഭവം നമുക്കുണ്ടാകണം സ്നേഹമുള്ളവരെ. ആ അനുഭവം അപ്പനിൽ നിന്ന് കേട്ടിട്ട് ആ അനുഭവത്തിൻ്റെ ബലത്തിൽ മരുഭൂമിയിൽ സന്യാസം അനുഷ്ഠിക്കാൻ പോയ മനുഷ്യനാണ് യോഹന്നാൻ മാബ്ദാന. വെറുതെ ഒന്നും ആർക്കും മരുഭൂമിയുടെ ഊഷരതയിൽ ദൈവത്തെ കാത്തിരിക്കാൻ പറ്റത്തില്ല സ്നേഹമുള്ളവരെ. സക്കറിയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, മോനെ, സങ്കടങ്ങളുടെ നാളുകളിൽ നമ്മളെ തേടി വരുന്ന സ്നേഹമാണ് ദൈവം. നിത്യചൈതന്യയതി എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ നമുക്കിടയിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ കുലപരമ്പരയിൽ അദ്ദേഹത്തിൻ്റെ സന്യാസ ശ്രേണിയിൽപ്പെട്ട ഒരു മനുഷ്യനാണ് നിത്യചൈതന്യയതി. അദ്ദേഹം താമസിച്ച ഫേൺ ഹില്ലും അദ്ദേഹം എഴുതിയ എണ്ണിയാൽ ഒടുങ്ങാത്ത തത്വശാസ്ത്ര പുസ്തകങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. നിത്യചൈതന്യയതി ഒരു 16-17 വയസ്സ് പ്രായമുള്ളപ്പം വീട് വിട്ടിറങ്ങിപ്പോയ ഒരാളാണ്. ഒരു അവധൂതനെ പോലെ ഇറങ്ങിപ്പോയ ആളാണ്. നമുക്കറിയാം, ഹൈന്ദവ സന്യാസിമാർക്കിടയിൽ നിലനിൽക്കുന്ന ഒരു രീതിയാണല്ലോ ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന, എന്താ പറയണ്ടേ, അലച്ചിലിൻ്റെ വാനപ്രസ്ഥത്തിൻ്റെയൊക്കെ ഒരു കാലമുണ്ട് ഇവർക്ക്. ശ്രീ ശങ്കരാചാര്യർ ഭാരതം മുഴുവൻ പര്യടനം ചെയ്തതിൻ്റെയൊക്കെ ഒരു രീതി പിന്തുടർന്നു. യതി അങ്ങനെ 17-ാം വയസ്സിൽ വീട് വിട്ടങ്ങ് ഇറങ്ങി. ഒരു ഗുരുവിനെ തേടി, ഈശ്വര അനുഭവം തേടി ഇറങ്ങി. കേരളം വിട്ടു. നടന്ന് ആരെങ്കിലും ധർമ്മം കൊടുക്കുന്ന ഭക്ഷണം കഴിക്കും, വസ്ത്രം മാറി ഉടുക്കാനില്ല, ഗുരുവിനെ തേടുന്നു, ആശ്രമങ്ങളെ സന്ദർശിക്കുന്നു, ക്ഷേത്രങ്ങളെ സന്ദർശിക്കുന്നു. അങ്ങനെ നോർത്ത് ഇന്ത്യയിലെത്തി. നമുക്കറിയാം, ഇന്ന് രാത്രിയിലോ രാവിലെയൊക്കെ നമ്മൾ അനുഭവിക്കുന്ന ഒരു തണുപ്പിൻ്റെ ഒരു അനുഭവം നമുക്കറിയാം. നോർത്ത് ഇന്ത്യയിൽ അതല്ല അനുഭവം എന്ന് നമുക്കറിയാം. അതികഠിനമായ ശൈത്യമാണ്. മാറി കൊടുക്കാൻ വസ്ത്രമില്ലാതെ, ആഹാരമില്ലാതെ, പനി പിടിച്ച് വളരെ അവശനായി അവിടുത്തെ ഏതോ ഒരു കടത്തിണ്ണയിൽ ഈ മനുഷ്യൻ അവശനായിട്ടിരുന്നു. ആരും ഭക്ഷണം കൊടുക്കുന്നില്ല. പനി കൂടിയിട്ട് ആശുപത്രി കൊണ്ടുപോകാൻ ആരുമില്ല. കോടമഞ്ഞിൻ്റെ തണുപ്പിൽ ഇങ്ങനെ കാൽമുട്ടുകൾ പട്ടിണി കൊണ്ടും കൂടി ഇങ്ങനെ കൂട്ടിയിടിക്കുന്നുണ്ട്. ചാകാൻ പോവാന്ന് ഉറപ്പായി. വീട് വിട്ട് ഇറങ്ങിയതിനെ ഓർത്തും അലഞ്ഞതിനെ ഓർത്തുമൊക്കെ ഇങ്ങനെ സങ്കടപ്പെട്ട് എവിടോ തളർന്നു കിടന്നുറങ്ങി. ഈ രാത്രിയിൽ തന്നെ മരിക്കുമെന്ന് ഉറപ്പായി. കാരണം ഈ തണുപ്പത്ത് പുതയ്ക്കാനൊരു പുതപ്പുണ്ടായിരുന്നെങ്കിൽ ചാകത്തില്ലെന്നുള്ള കാര്യം ഉറപ്പാണ്. ജീവൻ്റെ ചൂട് ശരീരത്തിൽ നിലനിർത്താം. അതുപോലും ഇല്ലാതെ കടത്തിണ്ണയിൽ ഇങ്ങനെ മയങ്ങി വീണു. പാതിരാത്രി സമയം അർദ്ധമയക്കത്തിൽ ആരോ വന്നിങ്ങനെ നെഞ്ചിൽ കെട്ടിപ്പിടിക്കുന്നത് ഈ മനുഷ്യൻ അനുഭവിച്ചു. ആരോ വന്നിങ്ങനെ ചേർന്ന് കിടക്കുന്നുണ്ട് നെഞ്ചിൽ. പനി കൂടി അസ്വസ്ഥതയായതുകൊണ്ട് ഇത് ആരാണെന്ന് അങ്ങോട്ട് വ്യക്തമാകുന്നില്ല. പക്ഷെ കെട്ടിപ്പിടിച്ചിങ്ങനെ കിടക്കുമ്പം ഭയങ്കരമായൊരു ചൂടിങ്ങനെ ശരീരത്തിലേക്ക് വരുന്നുണ്ട്. ഏതോ ഒരു ജീവശരീരമാണെന്ന് മാത്രം അറിയാം. അതിൻ്റെ ചൂടിങ്ങനെ അരിച്ചിറങ്ങുന്നുണ്ട് ശരീരത്തിൽ. ആ ചൂടിൻ്റെ കൃപ കൊണ്ട് പനി ഇങ്ങനെ മെല്ലെ സൗഖ്യമാകാൻ തുടങ്ങി. ക്ഷീണം മാറാൻ തുടങ്ങി. രാത്രിയുടെ തണുപ്പിനെ അതിജീവിക്കാൻ പറ്റി. ശരീരത്തിന് ബലം കിട്ടി. പിറ്റേന്ന് രാവിലെ നേരം വെളുത്ത് വെളിച്ചം ഇങ്ങനെ കിനിഞ്ഞിറങ്ങുന്നൊരു സമയത്ത് കണ്ണുമെല്ലാം തുറന്നു നോക്കിയപ്പം തലേന്ന് രാത്രി നെഞ്ചിലോട് ചേർന്ന് കിടന്ന് ചൂട് തന്നത് ഒരു തെരുവ് പട്ടിയായിരുന്നു. കണ്ണു തുറന്ന് നോക്കിയപ്പം ഈ തെരുവ് പട്ടി ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ശരീരം ഒന്ന് കുടഞ്ഞിട്ട് എഴുന്നേറ്റിരുന്ന് ഈ മനുഷ്യൻ തെരുവ് പട്ടിയെ നോക്കി പറഞ്ഞൊരു കാര്യമുണ്ട്. ഈശ്വര, കഴിഞ്ഞ രാത്രിയിൽ എൻ്റെ ജീവൻ നിലനിർത്താൻ ഒരു നായയുടെ രൂപത്തിൽ വന്ന നിനക്ക് സ്തുതി. മരണത്തോളം ലോകം മുഴുവൻ പ്രസംഗകനായിട്ട് പോകുമ്പോഴും ഈശ്വര ധ്യാനത്തെ പറ്റി പറയുമ്പോഴും സ്നേഹത്തെ പറ്റി പറയുമ്പോഴും ഈ ഗുരുവിന് പറയാനുള്ളത്, ദാഹിക്കുന്നവൻ്റെ മുമ്പിൽ ഒരു ഗ്ലാസ് വെള്ളമായി വരുന്ന ഈശ്വരനെ പറ്റി അർത്ഥവത്തായിട്ട് തന്നെയാണ് പറയാൻ പറ്റുന്നത്. കാരണം ഒരു പാതിരാത്രിയിൽ കോടമഞ്ഞിൻ്റെ സമയത്ത് ചൂട് പകരാൻ ഈശ്വരൻ നായായി വന്നു എന്ന് പറഞ്ഞാൽ നമുക്കതിലൊരു ഈശ്വര നിഷേധമൊക്കെ തോന്നുമെങ്കിലും അത് ആ മനുഷ്യൻ്റെ വ്യക്തി അനുഭവമാണ്. നമുക്കിങ്ങനെ പറയാൻ വ്യക്തി അനുഭവങ്ങളുണ്ടോ സ്നേഹമുള്ളവരെ? നിശ്ചയമായിട്ട് നമുക്ക് അനുഭവം വേണം. അതെപ്പോഴാണ് ഉണ്ടാകുന്നതെന്നറിയാമോ? വിശ്വാസം നമ്മുടെ ജീവിതമാകുമ്പോഴാണ് നമുക്ക് അനുഭവം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണല്ലോ പണ്ട് കാലത്തെ ആൾക്കാർ പറയുന്നത്, വിശ്വാസം പള്ളിയിലല്ല കാണിക്കേണ്ടത്, ചന്തയിലാണ് കാണിക്കേണ്ടതെന്ന് പറയും. ഒരു നിവൃത്തിയില്ലാത്ത ഒരു സാധു, ഒരു അമ്മ കുറച്ച് പച്ചക്കറികൾ എവിടെ നിന്നോ കടം വാങ്ങി മേടിച്ച് ഇഞ്ചിയുടെയും ഉരുളക്കിഴങ്ങിൻ്റെയും വെളുത്തുള്ളിയുടെയും ഒക്കെ കൊച്ചു കൊച്ചു കൂന കൂട്ടി 40 രൂപയ്ക്ക് 20 രൂപയ്ക്ക് വിൽക്കുന്നത് കണ്ടാൽ ആ സാധു സ്ത്രീയെ കണ്ടാലും വില പേശാൻ ഒരു മടിയില്ലാത്ത മനുഷ്യരാണ് നമ്മൾ. ലുലു മോളിൽ പോയാൽ പറയുന്ന വിലയ്ക്ക് നമ്മൾ ഷർട്ട് എടുക്കും. ഇങ്ങനെ ഒരു അമ്മയുടെ അടുക്കൽ ചെന്നാൽ
ഒരു കൂന ഇഞ്ചി മേടിക്കണേ 10 രൂപയ്ക്ക് നമ്മൾ തർക്കിക്കും. അതാണ് പറയുന്നത് വിശ്വാസം പള്ളിയിലല്ല പുറത്താ കാണിക്കേണ്ട, കരുണ കാണിക്കേണ്ട ഇടമുണ്ട് സ്നേഹമുള്ളവരെ. ഈ വിശ്വാസം എന്ന് നമ്മുടെ ജീവിതമാകുന്നോ അന്ന് മാത്രമേ നമുക്കിത് അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. നമ്മുടെ ഇന്നത്തെ ഒരു പോക്കെന്ന് പറയുന്നത് വിശ്വാസം ഒരു വഴി, ജീവിതം വേറൊരു വഴി. എല്ലാവരുടെയും കാര്യമല്ല, ഞാനുൾപ്പെടെ നമ്മളിൽ പലരുടെയും. നമുക്കിത് അനുഭവമാകണം. യോഹന്നാൻ മരുഭൂമിയിൽ ജീവിച്ചതിൻ്റെ ഒന്നാമത്തെ ബലമെന്ന് പറയുന്നത് അപ്പൻ പകർന്നു കൊടുത്ത ഒരു ദൈവിക അനുഭവമുണ്ട്. ഇനി അമ്മ എന്തായിരിക്കും പറഞ്ഞു കൊടുത്തേ? അച്ഛനൊരു കൊച്ചമ്മയുണ്ടല്ലോ, എലിസബത്ത്. പുരോഹിതരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീ എന്നാണ് എലിസബത്തിനെ പറ്റി പറയുന്നത്. നല്ല പടുവൃദ്ധതയിലായിരിക്കുമ്പം ഈ അമ്മയ്ക്ക് ഉള്ളിലൊരു കുഞ്ഞിൻ്റെ തളിർനാമ്പുണ്ടായി വരുന്നു. ദൈവം കൊടുത്തതാണ്. കന്യക മറിയാമെന്ന കൊച്ചു പെൺകുട്ടി ഗബ്രിയേൽ ദൂതനെ കണ്ട് ഭയന്ന് നിൽക്കുമ്പം ദൂതൻ അവളെ ബലപ്പെടുത്തുന്നത്, നിന്റെ ചാർച്ചക്കാരിയായ ഒരു അമ്മച്ചിയുണ്ടല്ലോ, ഒരു അമ്മാമ്മയുണ്ടല്ലോ, പ്രായമുള്ളൊരു സ്ത്രീ, ഒരുപാട് നാളായിട്ട് മക്കളൊന്നും ഇല്ലെന്ന് പറഞ്ഞ് എല്ലാവരും കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയും സഹതപിക്കുകയും ചെയ്ത ഒരു അമ്മയുണ്ടല്ലോ, നിനക്കൊരു വിശേഷം കേൾക്കണോ? അവൾക്ക് 6-ാം മാസമാണ്. ഇത് പറഞ്ഞിട്ടാണ് പറയുന്നത് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഈ എലിസബത്തിനും യോഹന്നാനോട് പറഞ്ഞു കൊടുക്കാൻ ഒരു കഥയുണ്ട്. കുഞ്ഞുരുവായി എന്നറിയുമ്പം എലിസബത്ത് എന്താ ചെയ്തേ? നാട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നും പിൻവാങ്ങി ഒളിച്ച് ഒരു വീട്ടിൽ പാർത്തു എന്നാണ് വേദപുസ്തകം പറയുന്നു. അവൾ ഒളിച്ചു പാർത്തു. അതിൻ്റെ കാരണം നമുക്ക് വ്യക്തമല്ല. ഒളിച്ചു പാർത്തു. ദൈവം ചെയ്ത നന്മ ഓർക്കുമ്പോൾ എങ്ങനെയാണ് മനുഷ്യർ ഒളിച്ചു പാർക്കുന്നത്? ഇന്ന് നമുക്ക് എന്തെങ്കിലും നന്മയുണ്ട്, അത് 4 ആൾ അറിയാൻ വേണ്ടി നമ്മൾ സ്റ്റാറ്റസ് ഇടുകയോ പോസ്റ്റ് ചെയ്യുകയോ ചെയ്യാൻ വെമ്പൽ കൊള്ളുന്ന മനുഷ്യരാണ് നമുക്ക്. സേവ് ദ ഡേറ്റ് മാത്രമല്ല, നമുക്കിന്ന് അസഹനീയമായിട്ടുള്ള ഈ പ്രഗ്നൻസി ഫോട്ടോഷൂട്ട് വരെ ഇറങ്ങിയിട്ടുണ്ട്. എങ്ങനെ ഇതൊക്കെ ഒന്ന് മനുഷ്യരെ കാണിക്കാം? നിങ്ങളുടെ കല്യാണവും നിങ്ങളുടെ കുഞ്ഞിൻ്റെ കാര്യവും നിങ്ങൾ കാറ് മേടിച്ച കാര്യവും നിങ്ങളൊരു ഹോട്ടലിൽ പോയിരുന്ന് കഴിക്കുന്ന ആഹാരവും ഫോട്ടോ എടുത്ത് അയക്കുമ്പോൾ എന്ത് മനസ്സുഖമാണ് കിട്ടുന്നു? ഞാനൊരു മറുവശം പറയാം ഇതിൻ്റെ. നമ്മുടെയൊക്കെ പള്ളികളിലും നമ്മുടെയൊക്കെ നാട്ടിലും പല കാരണങ്ങൾ കൊണ്ട് വിവാഹം മുടങ്ങി, വിവാഹം നടക്കാതെ, വിവാഹം വേർപിരിഞ്ഞതുമായ എത്ര മനുഷ്യരുണ്ടെന്നറിയാമോ? നമ്മൾ ആഘോഷമായിട്ട് ഇങ്ങനെ സേവ് ദ ഡേറ്റുകളുടെയും കുഞ്ഞുണ്ടാകുന്നതിൻ്റെയും കുടുംബത്തിൻ്റെയും ഫോട്ടോകൾ ഇങ്ങനെ നിരന്തരം പോസ്റ്റ് ചെയ്യുമ്പോൾ ഈ മനുഷ്യരുടെ ഉള്ളിൽ അനുഭവിക്കുന്ന ഒരു നീറ്റൽ ചിന്തിക്കാൻ പറ്റിയിട്ടുണ്ടോ? കുർബാന അനുഭവിക്കുന്ന മനുഷ്യന് അങ്ങനൊരു സെക്കൻഡറി സെൻസ് കൂടെ വേണം. അങ്ങനെയുള്ളവരെയാണ് കരുണയുള്ളവർ നമ്മൾ പറയുന്നത്. ഫേസ്ബുക്കിന് മുമ്പ് ഒരു മുത്തച്ഛൻ ഉണ്ടായിരുന്നല്ലോ, ഓർക്കൂട്ട് എന്ന് പറയുന്നത്. ഓർക്കൂട്ട് കഴിഞ്ഞ് ഫേസ്ബുക്ക് വന്ന് ഫേസ്ബുക്ക് അങ്ങനെ അങ്ങോട്ട് പടർന്നു പിടിക്കുന്ന കാലത്ത് നടന്ന ഒരു പഠനത്തിൽ പറയുന്നത്, ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന മനുഷ്യർക്ക്, ഈ സ്ക്രോൾ ചെയ്യുന്നവർക്ക് ആദ്യം വരുന്നത് വിഷാദരോഗമാണെന്ന് പറയുന്നത്. നിരാശയാണ് വരുന്നത്, ഭയങ്കര നിരാശയാണ് വരുന്നത്. സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഇന്നലെ വരെ കൂടെ പഠിച്ചവൻ UK ഇരിക്കുന്നു, ഇന്നലെ വരെ രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞവൾ UK നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു, ആർക്കും വേണ്ടെന്ന് പറഞ്ഞ ഒരുത്തൻ വളരെ നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇങ്ങനെ കടന്നു പോകണം. എനിക്കൊന്നും കിട്ടുന്നില്ല, എനിക്കൊന്നുമില്ല, ഞാൻ തോറ്റുപോയി എന്നൊരു ചിന്ത മനസ്സിലിങ്ങനെ വേരാഴ്ത്തും. അന്നേരം ആഘോഷങ്ങളും സന്തോഷങ്ങളും നമ്മളിങ്ങനെ പങ്കുവെക്കാൻ വെമ്പൽ കൊള്ളുമ്പോഴാണ് ഒരമ്മ പടുവൃദ്ധതയിൽ ഒരു കുഞ്ഞിനെ കിട്ടിയപ്പം മനുഷ്യരിൽ നിന്നെല്ലാം ഓടി ഒളിച്ചു. എലിസബത്ത് 5 മാസം ഒളിച്ചു പാർക്കുന്ന സമയത്താണ് കന്യക മറിയാം യേശുവിനെ കൊണ്ട് ഇങ്ങനെ കടന്നു വരുന്നത്. ആരും എൻ്റെ അടുത്തേക്ക് വരത്തില്ലെന്ന് ചിന്തിക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെ കടന്നു വരുന്നത്. നിശ്ചയമായിട്ടും എലിസബത്ത് യോഹന്നാനോട് പറഞ്ഞു കൊടുത്തത്, മറിയാം കാണാൻ വന്നു എന്നായിരിക്കത്തില്ല, എൻ്റെ മോനെ നിന്നെ കാണാൻ ദൈവം ഈ കുന്നും മലയും താണ്ടി കയറി വന്നു എന്നായിരിക്കും അമ്മ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ആ ദൈവം വന്നപ്പോൾ അവൻ്റെ ചൈതന്യ വലയത്തിലായിരുന്ന മോൻ എൻ്റെ ഉള്ളിലൊന്ന് കുതിച്ചു. എലിസബത്ത് പറഞ്ഞു കൊടുത്ത പാഠം എന്തായിരിക്കും? ഒരു മനുഷ്യനും നിന്നെ അറിയുന്നില്ലെങ്കിലും ദൈവം നിന്നെ അറിയും. ഒരു മനുഷ്യന് നിന്നെ തേടിയെത്താനില്ലെങ്കിലും ആര് തേടിയെത്തും? കർത്താവ് നിന്നെ തേടിയെത്തും. ഏലിയാവിൻ്റെ കാക്ക എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ടല്ലോ, ഏലിയാവിൻ്റെ കാക്ക. ഏലിയാവിനെ ഒരു തോടിൻ്റെ അരികിൽ ഇങ്ങനെ കർത്താവ് ഒളിപ്പിച്ച് താമസിപ്പിച്ചേക്കുക, രാജാവ് കൊല്ലാതിരിക്കാൻ വേണ്ടി. നീ ഒന്നും വിഷമിക്കേണ്ട, ഇവിടെ ഇരുന്നോണം, ഈ അരുവിയിൽ നിന്ന് വെള്ളം കുടിച്ചോ, നിനക്ക് ആഹാരം തരാൻ ഒരു കാക്ക വരുമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. രാവിലെ എഴുന്നേറ്റ് കണ്ണ് തിരുമ്മി നോക്കിയപ്പോൾ നിറച്ച് കാക്കയാണ്. ഇതിലേത് കാക്കയാണ് ആഹാരം കൊണ്ടുവരുന്നത് ഒന്നും അറിയത്തില്ല. കൃത്യസമയത്ത് വയറ് കായുമ്പോൾ ഒരു കാക്ക വന്നു. കർത്താവ് അവനെ അവിടുന്ന് മാറ്റുന്നത് വരെയും ആ കാക്ക വന്നുകൊണ്ടിരുന്നു. സ്നേഹമുള്ളവരെ,
ഒരു മനുഷ്യനും നമ്മളെ അറിയുന്നില്ല, ഒരു മനുഷ്യനും എൻ്റെ സങ്കടങ്ങൾ അറിയത്തില്ല എന്ന് പറഞ്ഞ് തല താഴ്ത്തിയിരിക്കുന്ന നിമിഷം നിങ്ങൾ എഴുതി വെച്ചോ, നിങ്ങളെ തേടി കർത്താവ് വരും. ഈ കുറച്ച് ദിവസങ്ങളും കൂടെ ഒക്കെ കഴിഞ്ഞ് മായൽത്തോ പെരുന്നാളാണല്ലോ നമ്മൾ, കർത്താവിൻ്റെ ദേവാലയ പ്രവേശനം. ദേവാലയ പ്രവേശനത്തിൽ ഏറ്റവും മനോഹരമായൊരു രംഗമുണ്ട്. 2 മനുഷ്യരെ പറ്റി പറയുന്നുണ്ട്. ഇങ്ങനെ പള്ളിക്കകത്ത് ശിഷ്ട ആയുസ് ജീവിച്ച് തീർക്കുന്ന ഒരു 2 പേരെ പറ്റി. നിങ്ങൾ കേരളത്തിൻ്റെ, നമ്മുടെ നാടിൻ്റെ വടക്കൻ പ്രദേശത്തേക്കൊക്കെ പോയാൽ അതിപൗരാണികമായ ഒരുപാട് പള്ളികൾ അവിടെ കാണാം. കടമറ്റം പള്ളി, കോലഞ്ചേരി, മുളന്തുരുത്തി, മലയക്കുരിശ് തയ്യാറ, അങ്ങനെ ഒരുപാട് പൗരാണിക ഇടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഈ പള്ളികളിലൊക്കെ പോയാൽ പകൽ സമയത്തൊക്കെ ഇടദിവസങ്ങൾ അവിടെ ചെന്നാൽ കാണാൻ പറ്റുന്നൊരു കാഴ്ച, പ്രായമായ അപ്പച്ചനും അമ്മച്ചിയും ഈ പള്ളിക്കകത്തിരിക്കും നമുക്ക് കാണാൻ പറ്റും. എന്താ കാര്യം ചോദിച്ചാൽ പറയും, ഇങ്ങനെ ഭജന ഇരിക്കാൻ വന്നതെന്ന് പറയും. അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. നമുക്ക് ആ വാക്കത്ര പരിചയമുണ്ടെന്ന് എനിക്കറിയത്തില്ല. ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം നമ്മൾ കേട്ടൊരു വാക്കാണ്. പള്ളിക്കകത്ത് ഇങ്ങനെ അമ്മച്ചി കൂനി പിടിച്ചിരിക്കുന്ന കണ്ട് ചോദിക്കാൻ പറയുന്നത് ഭജന ഇരിക്കാൻ വന്നതാണ്. അതായത് ഈ വീട്ടിൽ തനിച്ചിരിക്കുന്ന അമ്മയെ അല്ലെ അപ്പനെ മക്കള് ആഹാരം, രാവിലത്തെ ആഹാരം കൊടുത്ത് ജോലിക്ക് പോകുന്ന വഴി ഉച്ചക്കത്തെ ആഹാരം പൊതിഞ്ഞ് കെട്ടി കൊടുത്ത് പള്ളി കൊണ്ടിരുത്തും. കയ്യിലൊരു പാമ്പക്കോട നമസ്കാരമോ പ്രാർത്ഥനാക്രമമോ കാണും. വൈകുന്നേരം ജോലി കഴിഞ്ഞ് മക്കൾ തിരിച്ചു പോകുന്നതുവരെയും പള്ളിക്കകത്തിരുന്ന് ഇങ്ങനെ പ്രാർത്ഥനയാണ്. ഇത്ര മനോഹരമാണെന്ന് ഓർത്ത് എനിക്ക്. യേശുക്രിസ്തുവിൻ്റെ ദേവാലയ പ്രവേശന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം ഇതാണ്. തനിച്ച് ദേവാലയത്തിലിരുന്ന 2 പേരുടെ അടുക്കിലേക്ക് കർത്താവ് കയറി വരികയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് വേദനകളിലേക്കും ദൈവം കടന്നു വരും. ഈ ഒരു ഉറപ്പും കൂടെ യോഹന്നാൻ മാബ്ദാനയ്ക്ക് ആര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്? അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ 2 ബലത്തിലാണ് കൗമാരം അടുക്കുന്ന ഈ മനുഷ്യൻ മരുഭൂമിയിൽ 30 വയസ്സ് വരെയും ജീവിച്ച്, അല്ലാതെ യാതൊരു ബലവും ഉണ്ടായിട്ടല്ല. അപ്പനും അമ്മയും പകർന്നു കൊടുത്ത ഈ ഒരു ബലം, ദൈവ അനുഭവത്തിൻ്റെ ബലം. നീ തനിച്ചായിരിക്കുന്നതെങ്കിലും, നിനക്ക് കുറവുകളുണ്ടെങ്കിലും, നീ കരയുന്നവനാണെങ്കിലും, ആരും നിന്നെ അറിയുന്നില്ലെങ്കിലും നിന്നെ തേടി കർത്താവ് വരുമെന്ന് പറയുന്ന ഒരു ഉറപ്പിൻ്റെ ബലം. സ്നേഹമുള്ളവരെ, ഒരു മനുഷ്യനും എന്നെ രക്ഷിക്കാനില്ല, ജീവിതം താളം തെറ്റി എന്ന് പറയുന്ന ഇടത്ത് കർത്താവ് നിങ്ങളെ തേടി വരും. ആ തേടിവരലിനെ അറിഞ്ഞ അപ്പൻ്റെ അമ്മയുടെ മകനാണ് യോഹന്നാൻ സ്നാപകൻ. ആ തേടിവരവിൻ്റെ ആനന്ദം അറിഞ്ഞ മനുഷ്യനാണ്. അതുകൊണ്ട് ഈ പെരുന്നാളിൽ വന്ന് നിൽക്കുമ്പം നമുക്ക് ആ ഉറപ്പ് വേണം. സ്നേഹമുള്ളവരെ,